നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം കൊല്ലവർഷം 1200 ആണ്ടിന്റെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെയാണ് പറഞ്ഞു വരുന്നത്. മേടം മുതൽ കർക്കിടകം വരെയുള്ള രാശിക്കാരുടെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പറഞ്ഞു. നക്ഷത്രഫലം വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് ഗോചരവശാൽ, അതായത് നക്ഷത്രഫലം ഒരു വ്യക്തിക്ക് എന്തെല്ലാം സ്വാധീനങ്ങൾ ചെലുത്തും, നക്ഷത്രഫലത്തെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന, കേൾക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും നിർബന്ധമായിട്ടും ആ വീഡിയോ ഒന്ന് കാണുക. നക്ഷത്രഫലം എത്രമാത്രം നിങ്ങളിൽ സ്വാധീനം ചെലുത്തും, എങ്ങനെയാണ് അതിനെ കാണേണ്ടത് എന്നുള്ള സമ്പൂർണ്ണ വിവരം അതിലുണ്ട്. വീഡിയോ കാണുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി അഭ്യർത്ഥിക്കുകയാണ്. വീഡിയോ അവസാനം വരെ ഒന്ന് കാണുക. വളരെ പ്രയോജനം ചെയ്യുന്ന വിശദമായിട്ടുള്ള വീഡിയോ ആണ്. ഒരു വർഷത്തെ എല്ലാ കാര്യങ്ങളും ഇതിൽ അവലോകനം ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ചിങ്ങക്കൂറുകാരുടെ ഫലമാണ്. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാർക്ക് ശനി, വ്യാഴം, രാഹു, കേതുക്കൾ എന്നീ ഗ്രഹങ്ങളുടെ പ്രധാന ഫലങ്ങളെ പറഞ്ഞതിന് ശേഷം മറ്റ് ഗ്രഹങ്ങളെ എല്ലാം കൂടി ഒന്നിച്ചു ചേർത്തുകൊണ്ടുള്ള ഫലത്തെ പറഞ്ഞ് ഒരു വർഷത്തെ വിഷുഫലം, ഗ്രഹയുദ്ധം, ഗ്രഹമൗഢ്യം, ഓരോ നക്ഷത്രങ്ങളുടെയും പ്രത്യേകമായിട്ടുള്ള നക്ഷത്ര വിശേഷം, നക്ഷത്രഫലം, ഗ്രഹങ്ങളുടെ രാശിമാറ്റം മൂലമുണ്ടാകുന്ന ഫലം, ഇതെല്ലാം പ്രതിപാദിക്കുന്നുണ്ട്. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ശനിയുടെ ചിങ്ങക്കൂറുകാർക്ക് ലഭിക്കുന്ന ഫലം ഒന്ന് നോക്കാം. ശനി കുംഭൻ രാശിയിലാണ്. ചിങ്ങക്കൂറുകാർക്ക് 7ാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുക. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് 6ഉം 7ഉം ഭാവാധിപനാണ് ശനി. 7ൽ കുംഭത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുകയാണ്. 7ൽ നിൽക്കുന്ന ശനി ചെയ്യുന്ന ഫലത്തെ ഒന്ന് പരിശോധിക്കാം. അസ്തകേ പ്രോഷ്യാങ്കന സംഗമഃ ദൂരാദ്വാടനഃ. പ്രോഷ്യാങ്കന എന്നാൽ ഭൃത്യസ്ത്രീകളുമായിട്ടുള്ള സംഗമം എന്നാണ് അർത്ഥം. അങ്ങനെ ഒരു ഫലം ശനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ ജാതകത്തിൽ ദോഷമുള്ളവർക്കാണ് അനുഭവത്തിൽ വരിക. സാത്വികരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് സംഗമഹ എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാത്തരം സ്ത്രീകളുമായിട്ട് നല്ല ബന്ധം പുലർത്താനുള്ള സാഹചര്യം ഉണ്ടാക്കും എന്ന് തന്നെ പറയണം. എന്നാൽ സ്വഭാവ ദൂഷ്യവും മറ്റുമുള്ളവർക്ക് ആ രീതിയിലും സംഗമം ഉണ്ടാകാം. അതാണ് ആചാര്യൻ സൂചിപ്പിച്ചിരിക്കുന്നത്. ശനി 7ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകത്തിലെ ഗുണങ്ങളും കൂടെ പരിശോധിച്ചു വേണം ഫലത്തെ പൂർണ്ണമായിട്ട് നിശ്ചയിക്കാൻ. എന്നിരുന്നാലും ഭൃത്യസ്ത്രീകളുമായിട്ടുള്ള സംഗമം എന്ന് തന്നെയാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. സാഹചര്യത്തെ അറിഞ്ഞു മനസ്സിലാക്കുക. സംസർഗം കൊണ്ടാണ് ഒരു മനുഷ്യൻ ദോഷശാലിയും ഗുണശാലിയുമായി മാറുന്നത്. സംസർഗത്തിലൂടെ ഈ ഫലം മാറിമറിയാം. നേരെ വിപരീത ഫലവും ചിലപ്പോൾ ഒരു വ്യക്തിക്ക് ലഭിച്ചേക്കാം. കൂടാതെ ദൂരാദ്വാടനം എന്ന് പറയുന്നുണ്ട്. ദൂരദേശ സഞ്ചാരത്തിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. തീർത്ഥയാത്രയൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ സമയം അത്യുത്തമമാണ്. മറ്റെല്ലാ കാര്യത്തിലും ഗുണാനുഭവങ്ങൾ നൽകിയേക്കാം. 7ാം ഭാവത്തിൽ ശനി സ്വക്ഷേത്ര ബലവാനായിട്ട് യോഗകാരകനായിട്ട് 7ൽ ശനി നിൽക്കുമ്പോൾ അത് ശശമഹായോഗമാണ്. അങ്ങനെ വരുമ്പോൾ നല്ല ഭാര്യാപ്രാപ്തി, നല്ല വിവാഹമൊക്കെ നടക്കാം. നല്ല ദാമ്പത്യാനുഭവങ്ങളും ഫലമായിട്ട് പറയേണ്ടിയിരിക്കുന്നു. ദോഷം പറഞ്ഞതിൽ നിന്ന് മറ്റ് ഭാവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗുണാനുഭവങ്ങളും ചിങ്ങക്കൂറുകാർക്ക് ശനിയുടെ 7ലെ സ്ഥിതി മൂലം ലഭിച്ചേക്കാം. 29/3/2025 ശനി രാശി മാറി മീനം രാശിയിലേക്ക് എത്തും. ചിങ്ങക്കൂറുകാർക്ക് ശനി അഷ്ടമത്തിലേക്കാണ് സഞ്ചാരം. അഷ്ടമത്തിൽ ശനി നിന്നാലുള്ള ഫലത്തെ കൂടി നോക്കാം. അഷ്ടമഗതേ ദൈന്യം സ്വകൈഹി വിയോഗ എന്നാണ്. അതായത് ദീനസ്വഭാവം വർദ്ധിക്കുക, സ്വജനങ്ങളുമായിട്ട് വേർപാടുണ്ടാകുക എന്നീ ദോഷഫലങ്ങളാണ് പറയുന്നത്. സ്വജനങ്ങളുമായിട്ട് വേർപാടുണ്ടാകുക എന്ന് പറയുമ്പോൾ വിദേശത്ത് പോകാനൊക്കെയുള്ള സാധ്യതകളും സാഹചര്യങ്ങളും വന്നേക്കാം എന്നും നമുക്ക് വിവക്ഷിക്കാം. വിദേശ യോഗമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പക്ഷെ അത് നടക്കാം. പഠന കാര്യങ്ങൾക്കും തൊഴിൽ കാര്യങ്ങൾക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല അനുകൂല സമയമായിരിക്കും ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് 29/3/2025 ശേഷം. കൂടാതെ ശനിക്ക് മറ്റു ഭാവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നല്ല ഫലങ്ങളും ലഭിക്കുന്നതുമാണ് എന്ന് ആചാര്യൻ പ്രത്യേകം വ്യംഗ്യമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. ഇനി നമുക്ക് വ്യാഴം ചിങ്ങക്കൂറുകാർക്ക് എന്ത് ഫലം നൽകുന്നു നോക്കാം. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം ഇപ്പോൾ 10ലാണ് നിൽക്കുന്നത്. 5ഉം 8ഉം ഭാവാധിപനാണ് വ്യാഴം. 8ാം ഭാവാധിപത്യം ദോഷമാണ്. എന്നാൽ 5ാം ഭാവാധിപൻ 10ാം ഭാവത്തിൽ നിൽക്കുന്നത് അനുകൂലമാണ്. 10ാം ഭാവത്തിൽ വ്യാഴം നിന്നുള്ള ഫലം നോക്കാം. ദശമസ്ഥിതേതു സ്ഥാനാർത്ഥനാശാധികം എന്നാണ്. അതായത് സ്ഥാനഭ്രംശവും ധനനഷ്ടവും ഒക്കെ ഉണ്ടായേക്കാം. സന്താനങ്ങളുടെ പഠനകാര്യത്തിനും മറ്റും ചെലവ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരിക, ധനനഷ്ടം ഉണ്ടാകുക എന്നീ ദോഷഫലങ്ങളും ഉണ്ടാകാം. എന്നിരുന്നാലും കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ചൊക്കെ അനുകൂല ഫലങ്ങളും ലഭിച്ചേക്കാം. സ്ഥാനചലനമൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നല്ല സ്ഥലത്തേക്ക് പ്രമോഷൻ പോലെയുള്ള കാര്യത്തിന് സ്ഥാനചലനം ഉണ്ടാകാനുമുള്ള സാഹചര്യമുണ്ട്. ജാതകത്തിൽ ദശാകാലം നല്ലതാണെങ്കിൽ നല്ല പ്രമോഷനൊക്കെ കിട്ടി ദൂരസ്ഥലത്തേക്ക് യാത്ര ചെയ്യേണ്ടി വരിക. അതുമൂലം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിലും പൊതുവെ സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും ഉയർച്ചയും ഉണ്ടായേക്കാം.
14/5/2025 വ്യാഴം 10ാം ഭാവത്തിൽ നിന്ന് മാറി, അതായത് ഇടവൻ രാശിയിൽ നിന്ന് മാറി മിഥുനൻ രാശിയിലേക്ക് വരും. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് 11ാം ഭാവത്തിലേക്കാണ് വ്യാഴം എത്തുന്നത്. 11ൽ വ്യാഴം നിൽക്കുന്നത് ഏറ്റവും നല്ല ഗുണാനുഭവങ്ങൾ നൽകുന്നതാണ്. ലാഭസ്ഥേ അഭിമത അർത്ഥലബ്ധി ഇതരസ്ഥാനാപ്തി ഇത്യാദയ എന്നാണ്. അതായത് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം സാധിക്കുക, സ്ഥാനാന്തര പ്രാപ്തി ഉണ്ടാകുക എന്നിവയൊക്കെയാണ് ഫലം. അതായത് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് 14/5/2025 ശേഷമുള്ള കൊല്ലവർഷം 1200 ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം സാധിക്കാനുള്ള നല്ല അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. നല്ല സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് രാഹുവിന്റെ ചിങ്ങക്കൂറുകാർക്ക് ചെയ്യുന്ന ഫലം ഒന്ന് നോക്കാം. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് രാഹു 8ാം ഭാവത്തിലാണ്, മീനൻ രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുമൂലം സ്വജനങ്ങൾക്ക് അരിഷ്ടത, കർമ്മവിഘ്നം, രോഗപീഠ, ശത്രു ഉപദ്രവം, ത്വക്ക് രോഗങ്ങൾ, മറ്റ് അലർജികൾ എന്നീ രോഗങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കാം. 18/5/2025 രാഹു ചിങ്ങക്കൂറുകാർക്ക് 7ാം ഭാവത്തിലേക്ക് എത്തും, അതായത് കുംഭം രാശിയിലേക്ക്. അതുമൂലം 7ലെ രാഹു ചില ധനനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കാം. എന്നിരുന്നാലും വ്യാഴം 11ലേക്ക് വരുമ്പോൾ 7ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി ഉണ്ടാകും. ഈ ദോഷങ്ങളെല്ലാം ഇല്ലാതാകുന്നതാണ്. രാഹുവിൻ്റെതായിട്ടുള്ള ദോഷങ്ങൾക്ക് അവിടെ പ്രസക്തി ഉണ്ടാകില്ല എന്ന് തന്നെ പറയണം. ദാമ്പത്യ പൊരുത്തക്കേടുകൾ, ധനനഷ്ടം, മാനഹാനി, മനക്ലേശം, അന്യദേശവാസം എന്നിവയൊക്കെയാണ് രാഹുവിന്റെ 7ലെ സ്ഥിതി മൂലം ഫലം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ വ്യാഴത്തിന്റെ 11ലെ സ്ഥിതിയും അതുമൂലം വ്യാഴത്തിന്റെ 7ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടിയുമൊക്കെ രാഹുവിന് പ്രസക്തി ഇല്ലാതാകും. വ്യാഴത്തിന്റെ 11ലെ ഫലം തന്നെ ആയിരിക്കും രാഹു നൽകുക. 7ൽ രാഹു നിൽക്കുമ്പോൾ അത് ദാമ്പത്യത്തിന് ദോഷം ചെയ്യാതെ, രാഹു അനുരാഗത്തിന്റെ കാരകനാണ്. കളത്രവുമായിട്ട് പുതിയ സ്നേഹബന്ധങ്ങളൊക്കെ കൂടുതലായിട്ട് ആത്മബന്ധം ഊട്ടിയുറപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. വ്യാഴത്തിന്റെ നല്ല ശിക്ഷണത്തോടുകൂടി രാഹു നല്ലവനാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അന്യദേശവാസം ഉണ്ടാകുന്നത് ഗുണകരമായിട്ടുള്ള തൊഴിൽ ലഭിച്ചുകൊണ്ടാണ് എങ്കിൽ അത് നേട്ടങ്ങൾക്കും വഴിവെച്ചേക്കാം. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാർക്ക് കേതുവിന്റെ സ്ഥിതി ഒന്ന് നോക്കാം. കേതു ഇപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് 2ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. തസ്കര ഭയം, മേലധികാരികളുടെ അപ്രീതി, ധനനാശം, വാക്കുമൂലം, ക്ലേശം എന്നിവയാണ് ദോഷഫലങ്ങൾ. 18/5/2025 കേതു കന്നിക്കൂറിൽ നിന്ന് ചിങ്ങക്കൂറിലേക്ക്, അതായത് ചിങ്ങക്കൂറുകാരുടെ ജന്മരാശിയിലേക്ക് എത്തും. അതുമൂലം കേതു ചിങ്ങക്കൂറുകാർക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, ചിലപ്പോൾ അപകടങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കാം. കുടുംബ ഭദ്രതയൊക്കെ നഷ്ടപ്പെടാനുള്ള സാഹചര്യങ്ങളും ശത്രുക്കളുടെ ഉപദ്രവവും ധനനഷ്ടവും ഒക്കെ ഉണ്ടാക്കിയേക്കാം. എന്നിരുന്നാലും വ്യാഴം മനസ്സിന്റെ ഭാവമായിട്ടുള്ള 5ാം ഭാവത്തിലേക്കും 7ാം ഭാവത്തിലേക്കും 3ാം ഭാവത്തിലേക്കും ഒക്കെ ദൃഷ്ടി ചെയ്യുന്നത് മൂലം കേതുവിന്റെയും ദോഷങ്ങൾ ഇല്ലാതാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് കൊല്ലവർഷം 1200ന്റെ ആദ്യഘട്ടത്തിൽ ചിലപ്പോഴൊക്കെ കുറച്ചൊക്കെ ദുരിതപൂർണമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടായേക്കാം. കണ്ടശനിയൊക്കെ കഷ്ടപ്പെടുത്തിയേക്കാം. കേസുകൾ, വഴക്കുകൾ, ഊഹക്കച്ചവടങ്ങളിലൊക്കെ നഷ്ടം, ഒളിഞ്ഞിരുന്നുള്ള ശത്രു ഉപദ്രവം എന്നിവ മൂലം ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. മറ്റ് ഗ്രഹങ്ങളുടെ എല്ലാം സ്ഥിതി പരിശോധിച്ചുകൊണ്ടുള്ള ഫലത്തെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. ജീവിതഗതിയെ മാറ്റിമറിക്കുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ടായേക്കാം. എന്നിരുന്നാലും യുക്തിപൂർവമുള്ള സമീപനത്താൽ ആപത്ഘട്ടങ്ങളെയൊക്കെ മറികടക്കാൻ ചിങ്ങക്കൂറുകാർക്ക് സാധിക്കുന്നതാണ്. സാമ്പത്തിക ചെലവുകളൊക്കെ വർദ്ധിച്ചേക്കാം. വ്യാപാര രംഗത്ത് അതികഠിനമായിട്ടുള്ള പ്രയത്നം വേണ്ടി വന്നേക്കാം. അന്യരുമായിട്ട് ചേരുമ്പോൾ അമിത ആത്മവിശ്വാസവും അമിത സൗഹൃദവും ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഹൃദ്രോഗികളായിട്ടുള്ളവർ അശ്രദ്ധ ഒഴിവാക്കേണ്ടതാണ്. നല്ല അവസരങ്ങളൊക്കെ ലഭിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്താനുള്ള ശ്രമം നടത്തുക. അഗ്നിവാഹനം ഇവ വഴി അപകടമുണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ദാമ്പത്യ ക്ലേശത്തിന് 7ലെ ശനിയും പിന്നീടുള്ള രാഹുവിന്റെ സ്ഥിതിയും ഒക്കെ കാരണമായേക്കാം. എന്നിരുന്നാലും ശനിയുടെ സ്വക്ഷേത്ര സ്ഥിതിയും യോഗകാരകത്വവും വ്യാഴത്തിന്റെ പിന്നീടുള്ള അനുകൂല മാറ്റവും പരസ്പര വിട്ടുവീഴ്ചകളിലൂടെ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ചിങ്ങക്കൂറുകാർക്ക് സാധിക്കും എന്നത് സൂചന നൽകുന്നുണ്ട്. ആദരവും വിനയത്തോടു കൂടിയുള്ള ചിങ്ങക്കൂറുകാരുടെ സമീപനം മൂലം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ച് വിജയം നേടാൻ അവർക്ക് സാധിക്കുന്നതാണ്. വർഷാവസാനം അതിഗംഭീരമാണ്. ചിങ്ങക്കൂറുകാർക്ക് നല്ലൊരു തുടക്കമായിരിക്കും ശനിയുടെയും വ്യാഴത്തിന്റെയും രാശിമാറ്റം നൽകുക. ഇനി നമുക്ക് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ പ്രത്യേകം ചില പറയാനുള്ള കാര്യങ്ങളും കൂടി ഒന്ന് പരിശോധിക്കാം. മകനക്ഷത്രക്കാരെ സംബന്ധിച്ച് വർഷാരംഭത്തിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായേക്കാം. ധനനഷ്ടം, ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ, പങ്കാളികളിൽ നിന്ന് തിക്താനുഭവങ്ങൾ, യാത്രാ ദുരിതം എന്നിവയും കാണുന്നുണ്ട്. പൂരം നക്ഷത്രക്കാർക്ക് മകൻ നക്ഷത്രക്കാരിൽ നിന്ന് കുറച്ചൊക്കെ ഗുണാനുഭവങ്ങൾ ലഭിച്ചേക്കാം. പൂരം നക്ഷത്രത്തിന്റെ അധിപൻ ശുക്രനാണ്. 7ൽ നിൽക്കുന്ന ശനി ശുക്രന്റെ ബന്ധു ആയതുകൊണ്ട് തന്നെ ദുരിതഫലങ്ങൾക്ക് അല്പം ഇളവ് പൂരം നക്ഷത്രക്കാർക്കും വർഷാരംഭത്തിൽ ലഭിച്ചേക്കാം.
പിന്നീട് അങ്ങോട്ട് നല്ല ഫലങ്ങളായിരിക്കും ലഭിക്കുക. ഉത്തര നക്ഷത്രം സൂര്യന്റെ നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ ഉത്തര നക്ഷത്രം ഒന്നാം പാദം ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ദുരിതത്തിന് വർധനവുണ്ടായേക്കാം. വർഷത്തിന്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെ ഉത്തര നക്ഷത്രക്കാർക്ക് ദോഷങ്ങൾ കൂടിയിരിക്കാം. കൂട്ടുകച്ചവടങ്ങളൊക്കെ പങ്കാളിയുമായി തെറ്റിപ്പിരിയേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. കുടുംബത്തിൽ കലഹമുണ്ടാകാം, ഭാര്യയുമായി വഴക്കുണ്ടാകാം. എന്നിരുന്നാലും ധനപര കാര്യത്തിൽ അല്പം ദുരിതത്തിനൊക്കെ ശാന്തിയും വന്നേക്കാം. കൊലവർഷം 1200 ആണ്ടിൽ 5 ഗ്രഹയുദ്ധങ്ങളാണ് ഉണ്ടാകുന്നത്. 3 ഗ്രഹയുദ്ധങ്ങൾ കുംഭമാസത്തിലാണ്. കുംഭം 5, 26, 28 എന്നീ തീയതികളിലാണ്. അതായത് ഫെബ്രുവരി 17, മാർച്ച് 10, 12 എന്നീ തീയതികളിൽ. ശുക്രൻ, ശനി, ബുധൻ എന്നീ ഗ്രഹങ്ങളാണ് അതിൽ പങ്കാളികളാകുന്നത്. കുംഭം, മീനൻ രാശികളിലായിട്ടാണ് ഗ്രഹയുദ്ധം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ യാത്രാ തടസ്സം ചിങ്ങക്കൂറുകാർക്കുണ്ടായേക്കാം. കൂടാതെ ഇടവമാസത്തിൽ 25, 26 തീയതികളിൽ മറ്റൊരു ഗ്രഹയുദ്ധം, 2 ഗ്രഹയുദ്ധം വരുന്നുണ്ട്. വ്യാഴവും ബുധനുമാണ് അതിൽ പങ്കെടുക്കുക. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് അത് ദോഷകരമല്ല. എന്നിരുന്നാലും മേടൻ രാശിയിലായതുകൊണ്ട് തന്നെ പിതാവിന് അല്പം ഭാഗ്യം നഷ്ടപ്പെടുന്ന സമയമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കൂടാതെ ഭാഗ്യത്തിനും അല്പം ഹാനി ഉണ്ടായേക്കാം. എന്നിരുന്നാലും മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി മൂലമൊക്കെ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാനും സാധിക്കും. കൊല്ലവർഷം 1200 ആണ്ട് വരുന്ന വിഷുഫലം മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അതിഗംഭീര സമയമാണ്. അതിഗംഭീര ഫലമാണ് നൽകുക. പൂര നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഉത്തര നക്ഷത്രക്കാർക്ക് ഗുണത്തിന് ആധിക്യത്തോടു കൂടിയുള്ള ഗുണദോഷ സമ്മിശ്ര ഫലമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ചിങ്ങക്കൂറുകാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലമായിട്ട് പറയാനുള്ളത്. എല്ലാ കാര്യങ്ങളും പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് തന്നെ കരുതുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഒന്ന് ഓൾ എന്ന് അമർത്തുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ടൊന്ന് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി തുടർന്ന് നമുക്ക് കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.